തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് മന്ത്രിസഭ രൂപീകരിച്ച് മുഖ്യമന്ത്രിയായി വാണരുളാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു സംഭവം ഉണ്ടായത്, DMKയുടെ കൂടെ നിന്നിരുന്ന കോൺഗ്രസ് ആ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് വിജയ്ക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വന്നു. DMKയോട് ഒരു വാക്കവർ പറഞ്ഞില്ല. വളരെ കാലങ്ങളായി കോൺഗ്രസ് DMK ബന്ധം സുശക്തമായി നിലനിന്നിരുന്നതാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ രക്ഷിച്ചതിൽ DMK ആയിരുന്നു. പക്ഷേ DMKയ്ക്ക് അതിൽ കടുത്ത വേദനയും നിരാശയും തോന്നി. DMKയുടെ നേതാവായ കനിമൊഴി പാർലമെൻറ്റിൽ സ്പീക്കർക്ക് കത്തുകൊടുത്തു, കോൺഗ്രസിനോടൊപ്പം ഞങ്ങൾ ഇനി പാർലമെൻറ്റിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾക്ക് പ്രത്യേകമായി സീറ്റ് അലോട്ട് ചെയ്യണം എന്ന്. ഏതായാലും കോൺഗ്രസിൻ്റെ 5 MLA കൂടെ കിട്ടിയതോടുകൂടി വിജയ്ക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI, മുസ്ലിം ലീഗ്, അതേപോലെ TVK എന്ന് പറയുന്ന പാർട്ടിയും സപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. എങ്ങനെയാണ് ഈ കോൺഗ്രസ് പൊടുന്നനെ ഈ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇടയായത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആലോചിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത ഘടകം എന്ന് പറയുന്നത് അത് ഹൈക്കമാൻഡ്. സോണിയാഗാന്ധി ക്രിസ്ത്യൻ, രാഹുൽ വിൻസി ക്രിസ്ത്യൻ, പ്രിയങ്ക ഗാന്ധി ക്രിസ്ത്യൻ, ഭർത്താവും ക്രിസ്ത്യൻ. ആ ഒരു ക്രിസ്ത്യൻ ലോബി ഉടൻ തന്നെ തമിഴ്നാട്ടിലെ കോൺഗ്രസിന് നിർദ്ദേശം നൽകുകയാണ് വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ. കാരണം ജോസഫ് വിജയ ആണ്, ക്രിസ്ത്യനാണ്. അദ്ദേഹം ഒരു അത്യുഗ്രൻ ഇവാഞ്ചലിസ്റ്റാണ്. അങ്ങനെ തമിഴ്നാടിനെ ക്രൈസ്തവ മേധാവിത്വത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു സുവർണാവസരമായിട്ടാണ് ഈ ക്രൈസ്തവ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ തന്നെ നിർദ്ദേശം നൽകുന്നതും വിജയ്ക്ക് സപ്പോർട്ട് ലഭിക്കുന്നതും എല്ലാം. നമുക്കറിയാം, തമിഴ്നാട്ടിലെ, ആന്ധ്രയിലെ, തെലങ്കാനയിലെ എല്ലാം തന്നെ മതപരിവർത്തനം അതിശക്തമായി നടക്കുകയും ഏതാണ്ട് നല്ലൊരു ശതമാനം ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഹിന്ദുക്കൾ ക്രൈസ്തവ മതം സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 15% പേരും ക്രൈസ്തവരാണ്. പക്ഷേ രേഖയിൽ അങ്ങനെയല്ല. അവരുടെ ഇപ്പോഴത്തെ ഒരടവെന്ന് പറയുന്നത് ക്രൈസ്തവ മതം സ്വീകരിക്കുക, പള്ളിയിൽ പോവുക, ക്രൈസ്തവനായി ജീവിക്കുക, പക്ഷേ ഹിന്ദു പേര് മാറ്റാതിരിക്കുക. അപ്പോൾ റെക്കോർഡിൽ ഇവർ 2%, 2.5%. പക്ഷേ ആക്ച്വൽ ഫിഗർ പരിശോധിച്ചാൽ ഏതാണ്ട് 15% മേളിൽ കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ ഇന്ത്യയെ ഇവാഞ്ചലൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഇന്ത്യയിൽ നടക്കുന്ന പല പരിശ്രമങ്ങളിൽ ഒന്നാണ് ഇതെന്നുള്ളതും വ്യക്തമാണ്. ഇവിടെ ഇന്ന് തെലങ്കാന ഭരിക്കുന്നത് ഹിന്ദു നാമധാരിയായ ക്രിസ്ത്യാനിയാണ്. അതുപോലെ തമിഴ്നാട്ടിലും എത്രയോ പേര് അങ്ങനെയുണ്ട് നമുക്കറിയാം. വിജയുടെ പാർട്ടിയിൽ ജയിച്ചു വന്നതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ക്രൈസ്തവരാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള സംഘടിതമായ പ്രവർത്തനം. ഒരു പക്ഷേ അത് ഉടൻ നടന്നില്ല എങ്കിൽ കട്ടിംഗ് സൗത്ത്, ഇന്ത്യയെ ശിഥിലമാക്കുക എന്നുള്ള ഒരു പരിപാടിയുടെ കൂടി ഭാഗമാണിത്. അത് കട്ടിംഗ് സൗത്ത് തുടങ്ങി ഇവിടെ മീറ്റിങ്ങുകൾ ഒക്കെ സംഘടിപ്പിച്ചു. പക്ഷേ BJPയുടെ അതിശക്തമായ ഇടപെടലോടുകൂടി അത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പക്ഷേ അത് വീണ്ടും അതിശക്തമായി ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷ്യമാണ് ഇത് വളരുകയാണ്, പുരോഗമിക്കുകയാണ്. ഇത് എവിടം വരെ ചെന്ന് നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.